ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള ഒരു അപേക്ഷ കൊടുത്തു, പേയ്മെന്റ് ചെയ്തു, പക്ഷെ പേയ്മെന്റ് കട്ടായിട്ടുണ്ട്. നമുക്ക് സ്ലിപ്പ് ജനറേറ്റ് ആയിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പാസ്പോർട്ട് അപേക്ഷ കൊടുത്തു, പേയ്മെന്റ് ചെയ്തു, നമ്മൾ പേയ്മെന്റ് കട്ടായിട്ടില്ല, എന്തെങ്കിലും ബാങ്കിന്റെ എറർ കാരണം പേയ്മെന്റ് ഫൈൽഡ് ആയി, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല, സ്ലിപ്പ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് അത് നമ്മളത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഏത് ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് അത് ഐ ഡി വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊരു സ്ഥലത്തോട്ട് വരും. ഇവിടെ നമുക്ക് വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷകൾ ഇവിടെ കാണിക്കുന്നതാണ്. പേയ്മെന്റ് സ്റ്റാറ്റസിന്റെ ഭാഗത്ത് ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, അതായത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ആ പേയ്മെന്റ് രണ്ടാമത് അടക്കാനായിട്ട് കഴിയില്ല. രണ്ടാമത് അടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പഴയ പേയ്മെന്റ് ക്ലിയർ ചെയ്യണം. അതിനായിട്ട് ഒരു ഐ ഡി നമ്മൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുടെ പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പേയ്മെന്റ് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രാക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ഹിയർ ടു വെരിഫൈ ദ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ പെൻഡിങ് ആണെങ്കിലും സക്സസ് ആണെങ്കിലും അത് അവിടെ കാണിക്കും. പെൻഡിങ് ആണെങ്കിൽ അത് റിജക്ട് ആവുന്നതാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ക്യാൻസൽ ആവുന്നതാണ്. ഇതൊന്ന് റീവെരിഫൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ട്രാൻസാക്ഷൻ പെൻഡിങ് മാറിയിട്ട് സക്സസ് ആണെങ്കിൽ സക്സസ് കാണിക്കും, ഇല്ല എങ്കിൽ ഫൈൽഡ് കാണിക്കും. സക്സസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്കിവിടെ വീണ്ടും വന്നതിന് ശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇനിയല്ല നമുക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈൽഡാണ് വരുന്നതെങ്കിൽ നമുക്കത് വീണ്ടും പുതുതായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാം. സക്സസ് ആയ കേസുകളിൽ നമ്മളിവിടെ പേയ്മെന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു പേയ്മെന്റ് വെരിഫൈ ആവുന്നതാണ്. വെരിഫൈ ആയിട്ട് നമുക്കത് ചെയ്യാനും സാധിക്കും.